Hi everyone, welcome. So today we are dealing with our last chapter named Solitude, which is written by Ella Wheeler Wilcox. Solitude means isolation, ഏകാന്തത. Don't you wish to have someone beside you when you are sad or in distress? നിങ്ങൾ സാഡ് വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്തോ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഡു യു റെഡിലി ഹെൽപ്പ് അതേഴ്സ് വെൻ ദേ ആർ ഇൻ നീഡ്? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വേണ്ട സമയത്ത് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നൗ ലെറ്റ്സ് റീഡ് വാട്ട് ദ പോയറ്റ് ഹാസ് ടേക്കൺ നോട്ടീസ് ഓഫ് അബൌട്ട് ദ വേൾഡ് വി ലിവ് ഇൻ. റീഡ് ഓൺ. ഇവിടെ പോയറ്റിന് നമ്മൾ ജീവിക്കുന്ന ലോകത്തെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഈ പോയം. നമുക്ക് പോയം ഡിസ്കസ് ചെയ്യാം. Laugh and the world laughs with you. നിങ്ങൾ ചിരിക്കുമ്പോൾ ലോകവും നിങ്ങളോടൊപ്പം ചിരിക്കും. അതായത് നമ്മൾ ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരും നമ്മളുടെ കൂടെ ചിരിക്കും. വീപ്പ് ആൻഡ് യു വീപ്പ് എലോൺ. പക്ഷേ നിങ്ങൾ വീപ്പ് വിതുമ്പുമ്പോൾ സാഡായിരിക്കുന്ന സമയത്ത് യു വീപ്പ് എലോൺ. നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ആ സമയത്ത് മറ്റുള്ളവരൊന്നും നമ്മുടെ കൂടെ കാണില്ല. For the sad old earth must borrow its mirth. നമ്മുടെ ഭൂമി സാഡ് ആൻഡ് ഓൾഡ് ആണല്ലേ. അപ്പോൾ അതിന് സന്തോഷം വേണമെങ്കിൽ അത് സന്തോഷം കടം വാങ്ങണം. ബട്ട് ഹാസ് ട്രബിൾ ഇനഫ് ഓഫ് ഇറ്റ്സ് ഓൺ. ഭൂമിക്ക് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സന്തോഷം വേണമെങ്കിൽ അത് കടം വാങ്ങേണ്ട അവസ്ഥയാണ്. സിങ് ആൻഡ് ദ ഹിൽസ് വിൽ ആൻസർ. നിങ്ങൾ പാടൂ, അതിന് ആ കുന്നുകൾ മറുപടി പറയും. സൈ, നിങ്ങൾ നെടുവീർപ്പിടൂ. ഇറ്റ് ഈസ് ലോസ്റ്റ് ഓൺ ദ എയർ. അത് കാറ്റിൽ എയറിൽ അലിഞ്ഞു പോകും. വിഷമഘട്ടത്തിലാണല്ലേ നമ്മൾ നെടുവീർപ്പിടുന്നത്. സോ അത് കാറ്റിൽ അലിഞ്ഞു ചേർന്ന് പോകും. ദ എക്കോസ് ബൗണ്ട് ടു എ ജോയ്ഫുൾ സൗണ്ട്. എക്കോസ് പ്രതിധ്വനി എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തിൻ്റെ ശബ്ദങ്ങളാണ്. ആർത്തുല്ലസിക്കുന്ന ആഹ്ലാദത്തിൻ്റെ ശബ്ദങ്ങളാണ് എപ്പോഴും എക്കോ ചെയ്യപ്പെടാറുള്ളതല്ലേ. സങ്കടങ്ങൾ എക്കോ ചെയ്യപ്പെടാറില്ല. ബട്ട് ഷ്രിങ്ക് ഫ്രം വോയിസിങ് കെയർ. അങ്ങനത്തെ നമ്മുടെ അഭ്യർത്ഥന ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാവും. റിജോയ്സ്, നിങ്ങൾ ജീവിതം ആസ്വദിക്കുക. ആൻഡ് മെൻ വിൽ സീക്ക് യു. ആളുകൾ നിങ്ങളെ തേടി വരും. ഗ്രീവ്, ഇനി നിങ്ങൾ ദുഃഖിക്കുകയാണെങ്കിലോ? ആൻഡ് ദേ ടേൺ ആൻഡ് ഗോ. അവർ തിരിഞ്ഞു പോകും. അതായത് നമ്മൾ സന്തോഷിക്കുന്ന ജീവിതം ആസ്വദിക്കുന്ന സമയത്ത് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. എന്നാൽ നമുക്കെന്തെങ്കിലും വിഷമം വന്നിരിക്കുന്ന സമയത്താണെങ്കിലോ അവർ തിരിഞ്ഞു പോകും, നമ്മളെ ശ്രദ്ധിക്കില്ല. ദേ വാണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്ലഷർ. നിന്റെ സന്തോഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു പങ്ക് വേണം. ബട്ട് ദേ ഡു നോട്ട് നീഡ് യുവർ വൂ. പക്ഷേ നിങ്ങളുടെ ദുഃഖം അതവർക്ക് വേണ്ട. വോ എന്ന് പറഞ്ഞാൽ ദുഃഖം, സാഡ്നെസ്. ബി ഗ്ലാഡ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ മെനി. നീ സന്തോഷവാനായിരിക്കെ നിനക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ബി സാഡ്, എന്നാൽ നീ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലോ? ആൻഡ് യു ലോസ് ദം ഓൾ. നിനക്ക് അവരെയൊക്കെ നഷ്ടപ്പെടും. സന്തോഷവാനായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മുടെ അടുത്തോട്ട് വരും. എന്നാൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്രണ്ട്സും ഉണ്ടായില്ല. അവരൊക്കെ നമ്മളെ വിട്ടു പോകും. There are none to decline your nectared wine. നിന്റെ സന്തോഷമാകുന്ന വൈൻ അതാരും ഡിക്ലൈൻ നിരസിക്കില്ല. നിന്റെ സന്തോഷം ആസ്വദിക്കാൻ എല്ലാവരും കൂടെ ഉണ്ടാവും. ബട്ട് എലോൺ യു മസ്റ്റ് ഡ്രിങ്ക് യുവർ ലൈഫ്സ് ഗാൾ. പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ ആ കയ്പുനീര് കുടിക്കാൻ നീയേ ഉണ്ടാവും. ഗാൾ എന്ന് പറഞ്ഞാൽ ബാഡ് മാനേഴ്സ്, ആ കയ്പുനീര്, വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടാവല്ലേ, അതാണ് ഇവിടെ ഗാൾ എന്ന് പറയുന്നത്. ഫീസ്റ്റ്, നീ വിരുന്ന് കൊടുക്കുക. ആൻഡ് യുവർ ഹാൾസ് ആർ ക്രൗഡഡ്. അപ്പോൾ നിന്റെ ഹാളുകളെല്ലാം നിറഞ്ഞു കവിയും. ഫാസ്റ്റ്, നീ പട്ടിണി കിടന്നാലോ? ആൻഡ് ദ വേൾഡ് ഗോസ് ബൈ. ലോകം പോയിക്കൊണ്ടേയിരിക്കും. അതായത് നിന്റെ അടുത്തേക്ക് ആരും വരില്ല. നീ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, ഫീസ്റ്റ് വിരുന്ന് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും നിന്റെ അടുത്തോട്ട് വരും. എന്നാൽ നീ പട്ടിണി കിടക്കുന്ന സമയത്ത് നിന്റെ അടുത്തോട്ട് ആരും വരില്ല. സക്സീഡ് ആൻഡ് ഗിവ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് യു ലിവ്. വിജയിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നൽകണം. അപ്പോൾ അത് നിന്നെ ജീവിക്കാൻ സഹായിക്കും. ബട്ട് നോ മാൻ ക്യാൻ ഹെൽപ്പ് യു ഡൈ. പക്ഷേ മരിക്കാൻ നിനക്ക് ആരുടെയും സഹായവും ഉണ്ടാവില്ല.
There is room in the halls of pleasure for a long and loudly train. ദീർഘദൂരം ഓടുന്ന ലൗഡായിട്ടുള്ള ഒരു ട്രെയിനിൽ, സന്തോഷം നിറഞ്ഞ ആ ട്രെയിനിൽ എപ്പോഴും ഒരു ഇടം, ഒരു സ്പേസ് ഉണ്ടാകും. But one by one we must all file on through the narrow aisles of pain. പക്ഷേ വേദനയുടെ ഇടനാഴിയിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റൂ. ഇവിടെ നാരോ ഐസിൽസ് ഓഫ് പെയിൻ, വേദനയുടെ ആ ഇടനാഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. ആ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നടക്കേണ്ടത്, ആരും കൂടെ ഉണ്ടാവില്ല. സോ ഇതിലൂടെ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ ആരും വരില്ല. ആരൊക്കെയോ വരും എന്നുള്ള ആ ഒരു അനാവശ്യ പ്രതീക്ഷ ഒഴിവാക്കുക. പക്ഷെ എന്നാലും ആത്മാർത്ഥതയുള്ള ദുഃഖത്തിലും കൂട്ടുനിൽക്കുന്നവർ എവിടെയെങ്കിലും ഒക്കെ കാണും, ചുരുക്കം ചിലർ എവിടെയെങ്കിലും ഒക്കെ കാണും. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.